ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ഇൻഫോർമേഷനാണ്. ഞാൻ ഒരുപാട് നാൾ മുമ്പ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആപ്പ് ചെയ്യാൻ കാരണം ഇതിൽ ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അവരെന്ത് ആവശ്യത്തിനാണോ ലോൺ ചെയ്തിരിക്കുന്നത്, പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ, ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ക്രെഡിറ്റ് ലൈൻ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, EMI കാർഡ് ആയിക്കോട്ടെ, അവർക്കൊരു ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിൽ നിന്ന് ലോൺ ലഭിച്ചിട്ടുണ്ട്. അത്രയേറെ ഒരു കിടിലം ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. വലിയ റിസ്ക് ഒന്നുമില്ല, നമ്മൾ എന്നും ചെയ്യുന്ന പോലെയാണ്. കാരണം നമ്മളൊരു ബാങ്കിൽ നമ്മൾ ലോൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബാങ്കിൻ്റെ എലിജിബിലിറ്റി എന്താണോ അത് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 720 സിബിൽ സ്കോർ വേണം എന്ന്. ഉദാഹരണത്തിന് ICICI ബാങ്കിൽ ലോൺ ചെയ്ത സമയത്ത് ഒരു 720 സിബിൽ സ്കോർ വേണമെന്നിരിക്കെ നമ്മൾ 700 സിബിൽ സ്കോറുള്ള ഒരാൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കിട്ടില്ല. 700 എന്നത് താരതമ്യേന നല്ല സ്കോർ തന്നെയാണ്. പക്ഷേ അതിന് തൊട്ടപ്പുറത്തുള്ള HDFC ബാങ്കിൽ ഈ സെയിം സ്കോറിൽ നമുക്ക് ലോഗിൻ ചെയ്യാം, എന്നാൽ കിട്ടുമായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ ഓരോ ബാങ്കിലും ഓരോ തവണ ലോഗിൻ ചെയ്യുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ സിബിൽ സ്കോർ കുറഞ്ഞു വരും. എൻക്വയറീസിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എൻക്വയറി കൂടുതൽ വരികയാണെങ്കിൽ നമ്മുടെ സിബിൽ സ്കോറിന് അതിന് സാരമായ കുറവ് വരുത്തും. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൽ, ഈ RBI അപ്രോച്ച് ചെയ്യുന്ന ആപ്പിൽ നമുക്ക് ഒറ്റത്തവണ ലോഗിൻ ചെയ്താലും മതി. നമുക്ക് എലിജിബിലിറ്റി ഉള്ള ഏത് ആപ്പിലാണോ അല്ലെങ്കിൽ ഏത് ബാങ്കിലാണോ ആ ബാങ്കിൽ അവർ ലോഗിൻ ചെയ്തോളും. അത്രയും കിടം ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർ അതിൽ നിന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും പോകുന്നത്. ഇതിൽ നമുക്ക് ആദ്യമേ ചെക്ക് യുവർ ക്രെഡിറ്റ് സ്കോർ, ഫ്രീ ആയിട്ട് നമുക്ക് സ്കോർ എത്രയെന്ന് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ആധാർ കാർഡിൽ നിങ്ങൾ ഫുൾ നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാൻ നമ്പർ മാത്രം കൊടുത്താൽ മതി. നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് താഴോട്ട് വരുന്ന സമയത്ത് ഒരുപാട് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്, ഞാൻ സത്യം പറയാമല്ലോ, എനിക്ക് ഒരു 4-5 ക്രെഡിറ്റ് കാർഡുണ്ട്. ഈ ഒരു 4 ക്രെഡിറ്റ് കാർഡും എനിക്ക് കിട്ടിയത് ഈ ഒരു ആപ്പിൽ വഴിയാണ്. അപ്പോൾ ഇതിൽ AU സ്മോൾ ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, ICICI, IDFC, കിവി, SBI കാർഡ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, IDFC, റുപ്പി കാർഡ്, HDFC, BOB കാർഡ്, അങ്ങനെ എല്ലാവിധമായ ബാങ്കിൻ്റെ പല വെറൈറ്റീസിലുള്ള കാർഡും ഇതിലുണ്ട്. നമ്മൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇവിടെ നിങ്ങളുടെ പാൻ നമ്പറിലുള്ളതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്താൽ മതി. OTP വരും. OTP രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ജോലി ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇത് സാലറി ഉള്ളവർക്ക് മാത്രമല്ല കേട്ടോ, സെൽഫ് എംപ്ലോയീസിനും കിട്ടും. ഇപ്പോൾ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഏതെടുത്താലും, ഇപ്പോൾ പേഴ്സണൽ ലോൺ എടുത്താലും അതുപോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുത്താലും നിങ്ങൾക്കൊരു ജോലി ആവശ്യമാണല്ലോ. അവർ നോക്കുന്നത് ഇദ്ദേഹത്തിന് അടയ്ക്കാൻ കഴിയുമോ എന്ന് നോക്കും. കാരണം നിങ്ങൾക്കൊരു ഷോപ്പോ അല്ലെങ്കിൽ ബിസിനസ്സോ എന്തെങ്കിലും വേണം. അപ്പോൾ ഒരു ജോലിയും ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഏതെങ്കിലും ഒരു കട വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരു കട കാണിച്ചു കൊടുത്ത് ഇത് എൻ്റെ കടയാണെന്ന് പറയുകയാണെങ്കിൽ വെരിഫിക്കേഷൻ ഓക്കെ. കാരണം ബാങ്കിൻ്റെ ഒരു പോളിസിയാണ് കസ്റ്റമറിന് എന്തെങ്കിലും ഒരു ഇൻകം പ്രൂഫ് അല്ലെങ്കിൽ ഒരു ബിസിനസ് പ്രൂഫ് കാണിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ കാണിക്കുക. ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി ഇവിടെ സേവിങ്സ് അക്കൗണ്ട്, ഏതെങ്കിലും ബാങ്കിൻ്റെ നിങ്ങൾക്ക് അക്കൗണ്ട് വേണമെങ്കിൽ ആക്സിസ് ബാങ്ക് ഉണ്ട്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ IDFC ഫസ്റ്റ് ഉണ്ട്. എല്ലാത്തിൻ്റെയും സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡിമാൻഡ് അക്കൗണ്ട് ഉണ്ട്. ഇവിടെ പേഴ്സണൽ ലോൺ, വെറൈറ്റീസ് ഓഫ് പേഴ്സണൽ ലോൺ, L&T ഫിനാൻസ്, ഇൻക്രെഡ് ഫിനാൻസ്, മണി വ്യൂ, പ്രിഫർ, പിന്നെ ആദിത്യ ബിർള ക്യാപിറ്റൽ, ഫൈബ്, SMFG, കിസ്ത്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ടാറ്റ ന്യൂ, ഓലീവ്, IIFL ഫിനാൻസ്, ആസ്പെയർ, അങ്ങനെ ഒരുപാട് പേഴ്സണൽ ലോൺ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. ഇൻവെസ്റ്റ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ക്രെഡിറ്റ് ലൈൻ ഏറ്റവും താഴെ വരുമ്പോൾ ബജാജ്, ഫതക് പേ, പ്രിവോ, അങ്ങനെ ക്രെഡിറ്റ് ലൈൻ ഓപ്ഷൻസും ഓൾറെഡി ഉണ്ട്. അപ്പോൾ എനിക്കിന്ന് ഫതക് പേ എന്ന് ഞാൻ ക്രെഡിറ്റ് ലൈൻ എടുത്തിട്ടുണ്ട്, ബജാജ് എന്ന് എടുത്തിട്ടുണ്ട്, പ്രിഫർ എന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ നോക്കുമ്പോൾ എനിക്കുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. L&T ഫിനാൻസിൽ നിന്നുണ്ട്, ഇൻക്രെഡ് ഫിനാൻസിൽ നിന്നുണ്ട്, മണി വ്യൂവിൽ നിന്നുണ്ട്, പ്രിഫറിൽ നിന്നുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ബാങ്കിൽ നിന്നും എനിക്ക് ലോൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാങ്കിലൊന്നും പോയിട്ടില്ല, ഓൺലൈനിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത സമയത്ത് നമുക്ക് ലോൺ കിട്ടി. അപ്പോൾ ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഒന്ന് ക്ലിയർ ആയിട്ട് കൊടുക്കണം. നമുക്കൊരിപ്പോൾ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് നമുക്ക് SBIയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പാൻ കാർഡിലുള്ള പോലെ മൊബൈൽ നമ്പർ ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമ്മൾ പ്രൊസീഡ് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു OTP ലഭിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ OTP എൻ്റർ ചെയ്തു, വെരിഫൈ OTP ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ വെരിഫൈ OTP കൊടുക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് ഫിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ജെൻഡർ, ഇമെയിൽ, പാൻ കാർഡ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നിങ്ങൾക്കിപ്പോൾ ജോലി ഉണ്ടെങ്കിലും നിങ്ങൾ സാലറിയിൽ നിന്നോ സെൽഫ് എംപ്ലോയിഡ് നിന്നോ കൊടുക്കുക.
ഇപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത ആൾക്കാരും സെൽഫ് എംപ്ലോയി എന്ന് കൊടുക്കുമല്ലോ, ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരും സെൽഫ് എംപ്ലോയി എന്ന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ സ്വന്തക്കാർക്കോ ഏതെങ്കിലും ഒരു ഷോപ്പോ ഓഫീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെരിഫിക്കേഷൻ വരുമ്പോൾ അവിടെ ഇരിക്കുക. അത് നിങ്ങളുടെ ഓഫീസ് അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുക. അവർക്ക് വെരിഫിക്കേഷൻ വേണ്ടി ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിനൊക്കെ പല സറോഗേറ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്, സിബിൽ ബേസ്, ഇതിനൊന്നും ജോലിയുടെ ആവശ്യമില്ല. പക്ഷേ അവരൊരു എന്താ പറയുന്ന ഒരു ബേസിക് എലിജിബിലിറ്റി എന്ന നിലയിൽ കസ്റ്റമറിനെ അടയ്ക്കാൻ സാധിക്കുമോ എന്ന് അവർ നോക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ പിൻകോഡ്, മന്ത്ലി ഇൻകം മോഡ്, അത് ഡെപ്പോസിറ്റ് ഇൻ ബാങ്കിന് കൊടുക്കുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന് താഴെ കാണാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് അത് കാണിക്കുന്നത്. ഇവിടെ അതിൻ്റെ താഴെ പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട്, ആധാർ കാർഡ് ഡീറ്റെയിൽസ് ഇതെല്ലാം ഇവിടെ കൊടുക്കണമെന്ന് പറയും. സ്റ്റാർട്ട് അപ്ലൈ ജേർണി ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ SBIയുടെ സൈറ്റിൽ പോകും. അവിടെ നമ്മളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പ്രൊഫഷണൽ ഡീറ്റെയിൽസ്, KYC ഡീറ്റെയിൽസ് കൊടുക്കുക. ആദ്യമേ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ പേരും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല, ഫില്ല് ചെയ്യേണ്ട മൊബൈൽ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കുക. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ സാലറി കേസ് ആണെങ്കിൽ സാലറി എന്ന് കൊടുക്കുക, സെൽഫ് എംപ്ലോയി ആണെങ്കിൽ സെൽഫ് എംപ്ലോയി എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഷോപ്പ്, ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പ് ഞാൻ വെരിഫിക്കേഷൻ വന്ന സമയത്ത് അത് എൻ്റെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് SBIയുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഒരു 80% പേർക്കും എന്തെങ്കിലും ഒരു വരുമാനം കാണുമല്ലോ. ഓക്കെ, ഷോപ്പായിട്ടോ അല്ലെങ്കിൽ സാലറി ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമാനം കാണുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രൂഫ് കാണിച്ചാൽ മതി. ഓക്കെ, എനിക്കിതിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് തോന്നിയത് ഇത് തന്നെയാണ്. നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് എലിജിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് എന്താ പറയുക സർക്കിൾ ചെയ്ത് നമുക്ക് എലിജിബിലിറ്റി ഉള്ള ആപ്ലിക്കേഷനിൽ കൊണ്ടെത്തിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ്. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതാണ് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പോൾ ചില ഫിനാൻസ് എത്ര സിബിൽ സ്കോർ ഉള്ളവരായാലും എത്ര സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിങ് ഉള്ളവരാണെങ്കിലും ചില ബാങ്കിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ അവർ കറക്റ്റ് നമ്മളെ അടുത്ത ബാങ്കിലേക്ക് ആ ഒരു സെയിം പ്രൂഫ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ലോഗിൻ ചെയ്യിപ്പിക്കും. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ദയവേത് വാട്സപ്പ് മാത്രം ചെയ്യുക. നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല, ജോലി തിരക്കിലായതുകൊണ്ടാണ്. ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് അപ്ലൈ ചെയ്യുക. മാക്സിമം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അതിന് പ്രത്യേക സംശയങ്ങളൊന്നും വേണ്ടി വരില്ല. എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാവുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഓക്കെ, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.